കൊച്ചി P&T കോളനി വാസികൾക്കായി നൽകിയ ഫ്ളാറ്റിന്റെ ചോർച്ചയ്ക്ക് പരിഹാരം കാണാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ലൈഫ് പദ്ധതിയിൽ പണി പൂർത്തീകരിച്ച ഫ്ളാറ്റ് വെറും 1.5 വർഷത്തിനുള്ളിലാണ് അപകടാവസ്ഥയിലായത്. ദുർബലമായ കെട്ടിടത്തിൽ എങ്ങനെ ഈ മഴക്കാലം കഴിച്ചുകൂട്ടുമെന്ന ആശങ്കയിലാണ് താമസക്കാർ. പുതിയ ഫ്ളാറ്റിലെ താമസം കൊച്ചി P&T കോളനി നിവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് കാരണം ബുദ്ധിമുട്ടിലായ ജനങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫ്ളാറ്റ് അനുവദിച്ചത്. എന്നാൽ താമസം തുടങ്ങി 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി. മുകളിലെ നിലയിലെ തറയിൽ ഒരിറ്റു വെള്ളം വീണാൽ അത് ഉടനെ താഴത്തെ നിലയിലെത്തും. വൈദ്യുതി ലൈനുകൾ സമീപത്തുകൂടി പോകുന്നതിലും താമസക്കാർക്ക് ആശങ്കയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആദ്യം വന്നപ്പോൾ മഴ പെയ്ത് വെള്ളം മുഴുവനും ചോർന്ന് കിടക്കാൻ വയ്യാത്ത ഗതികേടായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ലൈൻ പോയിരിക്കുന്നത് കൊണ്ട് ഏതു നേരവും ഇടിയും മിന്നലും അകത്തോട്ട് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കുറവാണ്, വിവരമില്ല. എല്ലാം അറിവുള്ളവരാണ് ഈ ഉദ്യോഗസ്ഥർ. ഇവർ ഇതെല്ലാം അറിഞ്ഞു വെച്ചിരുന്നിട്ട് ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കി തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്നും രോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് അവിടെ വന്നിട്ട് ഇന്ന് വരെ കസറിലേ ഇരിക്കുന്നുള്ളൂ. താഴെ ഇരിക്കാനുള്ള സാഹചര്യമില്ല. നമ്മൾ കുളിക്കണ വെള്ളം മൊത്തം താഴത്തെ വീട്ടുകാർ അടിയിലോട്ടാണ് പോണത്. വെള്ളം കൊണ്ട് പേടിച്ചാണ് കിടക്കുന്നത്. പണിയും കഴിഞ്ഞ് അകത്ത് പോയാലും പേടി തന്നെ ഇപ്പം കൂടുതൽ. കോളനിയിലുള്ളപ്പോഴാണ് അഴുക്ക് വെള്ളം കയറുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെയല്ല. ഇപ്പം കറണ്ടിൻ്റെ ഷോക്കാണ്. അന്നൊരു കാറ്റടിച്ചപ്പോൾ ലൈറ്റ് അങ്ങ് ഓഫാക്കി വിടുന്ന ലൈറ്റാണ്, തന്നെ കത്തിപ്പോയി. ഈർപ്പൊക്കെ ഇറങ്ങാനുണ്ട്, ചോർച്ചയാണ്. നിരവധി തവണ വിഷയം GCDയുടെ ശ്രദ്ധയിലെത്തിക്കാൻ താമസക്കാർ ശ്രമിച്ചു. എന്നാൽ ഫലമുണ്ടായില്ല. ഫ്ളാറ്റ് നിർമ്മിച്ചതിൽ വലിയ അഴിമതിയാണ് ഇവർ ആരോപിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം വേണമെന്നതാണ് പ്രധാന ആവശ്യം. അതിലുപരി ഈ മഴക്കാലം എങ്ങനെ തള്ളി നീക്കുമെന്ന ആശങ്കയിലുമാണ് ഇവർ. GCDക്ക് മുന്നിലെ പ്രതിഷേധ സമരമാണ് ഇക്കാര്യത്തിൽ ഒടുവിൽ നടന്നത്. സ്ഥലം MLA മുഹമ്മദ് ഷിയാസും താമസക്കാർക്ക് പിന്തുണയുമായി എത്തി. 18 കോടി രൂപയോളം ചെലവഴിച്ചു. മനസാക്ഷിയില്ലാത്ത നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. അതുമാത്രമല്ല, എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ പോകുന്നതിന് തൊട്ടടുത്ത് അതിൻ്റെ ദൂരപരിധി പോലും നോക്കാതെ ഇത് നിർമ്മിച്ചതുകൊണ്ട് ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുമോ എന്നുള്ള ഭയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വലിയ മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ അതുണ്ടാകുമെന്നുള്ളൊരു ഭയം കൂടി ഇപ്പോഴുണ്ട്. അത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് പരിഹരിച്ച്, അല്ലെങ്കിൽ വാസയോഗ്യമല്ലെങ്കിൽ വേറൊരു പുനരധിവാസം തയ്യാറാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളത് ഈ സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടും. അതാണിപ്പോൾ നമുക്ക് അടിയന്തരമായി ചെയ്യാൻ കഴിയുക. ഫ്ളാറ്റ് നിർമ്മാണം ശാസ്ത്രീയമായല്ല നടന്നതെന്നാണ് ഒന്നാമത്തെ ആരോപണം. അക്കാര്യം ഫ്ളാറ്റ് സന്ദർശിച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ആരോപണം. ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ അടിയന്തര ഇടപെടലാണ് താമസക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.